ഡോങ്ലി അണ്ണൻ, നമ്മുടെ കൊറിയൻ ലാലേട്ടൻ്റെ ഒരു ഇടിവെട്ട് ഐറ്റമാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു കൊറിയൻ മൂവിയാണ്, ഒരു ആക്ഷൻ കൊറിയൻ മൂവിയാണ്. ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ വർഷം നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത കൊറിയൻ മൂവിയാണ്. മാഡോങ് സിയോക്കാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്, നമ്മുടെ കൊറിയൻ ലാലേട്ടൻ ഡോങ്ലി അണ്ണൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2023 കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത കോൺക്രീറ്റ് ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ കൊറിയൻ മൂവിയുടെ ഒരു എന്താ പറയുക, ഒരു സീക്വൽ എന്നൊക്കെ പറയാവുന്ന, ഒരു തുടർച്ച എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ്. ആ സിനിമ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരു നഗരം മൊത്തം ഭൂകമ്പത്തിൽ തകർന്നതും അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരുടെ ജീവിതമൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് കോൺക്രീറ്റ് ഉട്ടോപ്പിയ എന്ന സിനിമ. അതെന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. എന്താ പറയുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ മലയാളം സബ് ടൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് എന്ന ഈ ഒരു സിനിമ. ആ ഭൂകമ്പം നടന്നതിന് ശേഷം ഉണ്ടായുള്ള നഗരവും അവിടുത്തെ കുറച്ച് ജനങ്ങളും പിന്നെ ഒരു മനുഷ്യനിൽ പരീക്ഷണം നടത്തുന്ന ഒരു ഡോക്ടറുടെ വില്ലത്തരമൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് എന്ന ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡോങ്ലി അണ്ണൻ്റെ പഞ്ച് തന്നെയാണ്. ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിഡിലൻ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണ് ഈ ഒരു സിനിമ. പഞ്ച് ഉണ്ട്, എന്നാലും പഞ്ചിനേക്കാൾ കൂടുതൽ ഇറച്ചി വെട്ടുകാരനായ നമ്മുടെ നായകൻ്റെ വെടിക്കെട്ടാണ്. വെടിക്കെട്ട് പറഞ്ഞാൽ വാൾപ്പാറ്റാണ് തന്നെ പറയാം. ചോരക്കളി, അണ്ണൻ്റെ ചോരക്കളി ഇനിയാണ് ഈ ഒരു സിനിമയിൽ. പിന്നെ ക്ലൈമാക്സ് കിഡിലൻ ഫൈറ്റ് രംഗങ്ങളുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. പിന്നെ ഡോങ്ലി അണ്ണൻ്റെ പിന്നെ എന്താ പറയുക, സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. 1 മണിക്കൂർ 48 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ്. ജനുവരി മാസം 26 റിലീസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സിനിമ കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിലും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ തമിഴാണ് കണ്ടത്. പിന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ, ഇതിനു മുമ്പേ തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്തായാലും ചോര കൊണ്ടുള്ള ഒരു ആറാട്ട് തന്നെയാണ്. കിടിലൻ വിഷ്വൽസും കിടിലൻ ആക്ഷൻ രംഗങ്ങളും സമ്പന്നമാണ് ഈ ഒരു സിനിമ. പിന്നെ നമ്മുടെ എന്താ പറയുക, 1 മണിക്കൂർ 48 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. നമ്മുടെ പിന്നെ ഡോഗ്ലി അണ്ണൻ്റെ തേരോട്ടം കാണാവുന്നതാണ്. എന്തായാലും കണ്ടു നോക്കുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.